ഡുറൻഡ് കപ്പും ISLഉം മുൻകൂട്ടി കണ്ടുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ മത്സരങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് തായ്ലൻഡിൽ. ആദ്യ മത്സരത്തിൽ പട്ടായ FCയോട് തോൽവിയാണ് നേരിട്ടത്. എന്നാൽ രണ്ടാം മത്സരം ഇന്ന് നടന്നിരുന്നു. 2:30-ക്കായിരുന്നു മത്സരം നടന്നിരുന്നത്. ലൂണ മത്സരത്തിൽ പങ്കെടുത്തിരുന്നു. രണ്ടാം മത്സരത്തിൽ തായ്ലൻഡിലെ സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബായ സക്വൺ പർക്കാൻ സിറ്റിയെയാണ് ബ്ലാസ്റ്റേഴ്സ് നേരിട്ടത്. 1-3 ഗോളുകളുടെ വിജയമാണ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയത്. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കഴിഞ്ഞ വർഷം കളിച്ചിട്ടുള്ള പെപ്പറയായിരുന്നു ഒരു ഗോൾ നേടിയത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന് പ്രീ സീസണിൽ നല്ലൊരു വിജയമാണ് സ്വന്തമാക്കിയത്. മറ്റേ ടീം സക്വൺ സിറ്റി എന്ന് പറയുന്ന ടീമിൻ്റെ കരുത്തൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ISLുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനും സാധിക്കില്ല. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന് രണ്ടാം പ്രീ സീസൺ മത്സരത്തിൽ വിജയമാണുള്ളത്. ഏതായാലും ഈ ടീമിനെ വെച്ചുകൊണ്ടായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഇനി ഡുറൻഡ് കപ്പ് കളിക്കാൻ പോകുന്നത്. അതിനിടയിൽ ചില ട്വിസ്റ്റുകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഒരിക്കലും ടീം വിടില്ല എന്ന് പ്രതീക്ഷിച്ച ഈ വർഷവും അടുത്ത വർഷമൊക്കെ ടീമിൽ തുടരുമെന്ന് പ്രതീക്ഷിച്ച ഒരു മിഡ്ഫീൽഡ് ഇന്ത്യൻ താരം ബ്ലാസ്റ്റേഴ്സ് വിടാൻ പോവുകയാണ്. എല്ലാവരും അറിഞ്ഞു കാണണം. റൂമറുകൾ പരക്കുന്നുണ്ട്. അത് ഏകദേശം കൺഫേം ആവാൻ പോവുകയാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡ്ഫീൽഡിൽ ഇന്ത്യൻ താരമായിട്ടുള്ള ജീക്സൺ സിംഗ് കഴിഞ്ഞ വർഷം വേൾഡ് കപ്പ് ക്വാളിഫയർ റൗണ്ടിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ബ്ലാസ്റ്റേഴ്സ് ടീമിൽ നിന്ന് ഒരേ ഒരു താരമാണ് പോയത്. അത് ജീക്സൺ സിംഗ് ആയിരുന്നു. എല്ലാ വർഷവും ഇപ്പോൾ ജീക്സൺ സിംഗ് നാഷണൽ ടീമിലേക്ക് ക്വാളിഫയർ ആവാറുണ്ട്. ഏതായാലും ജീക്സൺ സിംഗ് ബ്ലാസ്റ്റേഴ്സ് വിടാറുകയാണ്. ബ്ലാസ്റ്റേഴ്സ് ഒരു കരാർ എഗ്രിമെൻറ്റ് മുമ്പോട്ട് വെച്ചെങ്കിലും താരം അതിൽ സൈൻ ചെയ്യാൻ തയ്യാറായില്ല. താരം ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിലേക്ക് പോവുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മോഹൻ ബഗാനിൽ നിന്ന് ഓഫർ ഉണ്ടെങ്കിൽ കൂടി അദ്ദേഹം ഈസ്റ്റ് ബംഗാളാണ് ചൂസ് ചെയ്യുന്നതാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് ഇൻ്റർനാഷണൽ മത്സരങ്ങൾ കളിക്കാൻ താല്പര്യമുള്ളതുകൊണ്ടാണ്, അതായത് AFC കപ്പ് ഒക്കെ കളിക്കാൻ താല്പര്യമുള്ളതുകൊണ്ട് തന്നെയാണ് സൂപ്പർ കപ്പ് ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് AFC കപ്പ് കളിക്കാനുള്ള യോഗ്യതയുണ്ട്. അതുകൊണ്ട് അതിലേക്ക് വലിയ വലിയ എക്സ്പീരിയൻസുകൾ ലഭിക്കേണ്ടിയിട്ട് അദ്ദേഹം വലിയ വലിയ ക്ലബ്ബുകളിലേക്ക് പോകേണ്ടിയിട്ട് അദ്ദേഹം ഈസ്റ്റ് ബംഗാൾ ചൂസ് ചെയ്തുകൊണ്ട് ഇപ്പം അങ്ങോട്ട് പോവുകയാണ്. 2+3 ഇയർ കോൺട്രാക്റ്റ് ആണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ജീക്സൺ സിംഗ് ടീം വിടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനിടയിൽ മോഹൻ ബഗാൻ്റെ അർണാണ്ടോ സാദിക്കോ എന്ന് പറയുന്ന പ്ലെയർ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്ന് ഒരു റൂമർ ഉണ്ടായിരുന്നു, സ്ട്രൈക്കർ. അതിനിടയിൽ കോച്ചൊക്കെ വിളിച്ച് കൺവിൻസ് ഒക്കെ ചെയ്യാൻ നോക്കിയിരുന്നു. അതായത് മിക്കൽ സ്റ്റാറെ കൺവിൻസ് ചെയ്യാനൊക്കെ ശ്രമിച്ചിരുന്നു നമ്മുടെ അർണാണ്ടോ സാദിക്കോനെ. എന്നാൽ അർണാണ്ടോ സാദിക്കോ പിന്നീട് ഒരു ട്വിസ്റ്റാണ് സംഭവിച്ചത്. ഇന്ന് രാവിലെ പുലർച്ചെ എഴുന്നേറ്റപ്പോഴാണ് ഇങ്ങനെ ഒരു റൂമർ വരുന്നത് അറിയാൻ സാധിച്ചത്. അർണാണ്ടോ സാദിക്കോനെ 2 വർഷത്തെ കരാറിൽ FC ഗോവ സൈൻ ചെയ്യാൻ പോവുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 2-3 വർഷത്തെ കരാറിലേക്ക് FC ഗോവ സൈൻ ചെയ്യാൻ പോവുകയാണെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. മാർക്കസ് മെർഗലാവ് വരെ ഇതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്തിരുന്നു ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്ന്. എന്നാൽ ഇപ്പോൾ അത്ഭുതകരമായ ടെസ്റ്റുകളാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അർണാണ്ടോ സാദിക്കോനെ FC ഗോവ സൈൻ ചെയ്യാൻ പോവുകയാണ്. പ്രൊസീജിയറൊക്കെ അവസാനിച്ച ശേഷം ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഉടനെ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് ജീക്സൺ സിംഗിൻ്റെ കാര്യവും. ഏതായാലും വളരെയധികം ടെസ്റ്റുകൾ നടന്ന ദിവസങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്തെല്ലാം കാഴ്ചകൾ കാണാനുണ്ടാകും എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഇട്ടിട്ട് നിങ്ങൾ കൂടെ ജോയിൻ ചെയ്തോളൂ. ഇതുപോലുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാക്സിമം കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. അത് നമുക്ക് ലഭിക്കുന്ന ഒരു ഊർജ്ജം, അത് മറ്റൊരു പവർ തന്നെയായിരിക്കും. അടുത്തതായി പറയാൻ പോകുന്ന ഒരു നാഷണൽ ഫുട്ബോൾ വാർത്തകളാണ്, വേൾഡ് ഫുട്ബോൾ വാർത്തകളാണ്. നമ്മളിപ്പം കുറച്ച് ദിവസമായിട്ട് വേൾഡ് ഫുട്ബോൾ വാർത്തകളൊക്കെ ഇടുന്നുണ്ട്. ആദ്യം ഇട്ട് തുടങ്ങിയത് യൂറോ കപ്പ്, കോപ്പ അമേരിക്കയായിരുന്നു. എന്നാലിപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു അപ്ഡേറ്റ് അല്ല, ഒഫീഷ്യലായ കാര്യമാണ്. നമ്മുടെ കിലിയൻ എംബാപ്പയെ PSG-യിൽ നിന്ന് റയൽ മാഡ്രിഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ കാര്യം നേരത്തെ ഡണ്ടിയിലായതാണെങ്കിൽ കൂടി എഗ്രിമെൻറ്റും അതുപോലെ തന്നെ ഒഫീഷ്യൽ പ്രൊസീജിയേഴ്സും എല്ലാം നടന്നുകൊണ്ട് ഇന്നലെയായിരുന്നു ടീം അവതരിപ്പിച്ചത് കിലിയൻ എംബാപ്പയെ അവരുടെ സ്വന്തം സ്റ്റേഡിയത്തിൽ വെച്ച്. 80,000 കാണികളാണ് കാണാൻ വന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. റൊണാൾഡോനെ അവതരിപ്പിച്ചപ്പോഴും ഇതേ തന്നെയായിരുന്നു. റൊണാൾഡോൻ്റെ ആദ്യം റയൽ മാഡ്രിഡിലെത്തിയ ജേഴ്സി നമ്പർ തന്നെയാണ് കിലിയൻ എംബാപ്പയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. റൊണാൾഡോനെ അനുകരിച്ചു കൊണ്ടുള്ള ചില പോസ്റ്റുകളൊക്കെ കണ്ടിരുന്നു. അതിനുശേഷം ഇൻസ്റ്റഗ്രാമും ഇപ്പോൾ തുറക്കാനാവാത്ത അവസ്ഥയിലാണ്. കാരണം ഫുള്ള് റയൽ മാഡ്രിഡും കിലിയൻ എംബാപ്പയും റൊണാൾഡോ ഒക്കെ തന്നെയാണ്. അപ്പം ഏതായാലും വികാര നിമിഷങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പഴയ ഓർമ്മകൾ കടന്നുപോയിരിക്കേണ്ട നൊസ്റ്റാൾജി അടിക്കുകയാണ്. അതിൽ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. മറ്റു വീഡിയോ കണ്ടുകിട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.